അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസത്തിൽ അള്ളാഹു നോമ്പെടുക്കാൻ പറഞ്ഞു. നോമ്പെടുക്കുന്നതാകട്ടെ തഖ്വ ഉണ്ടാകാനാണെന്ന് പറഞ്ഞു. എന്തിനാണ് തഖ്വ എന്നുകൂടി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ. ഇത് മുത്തഖികൾക്ക് ഹിദായത്താണ് വിശുദ്ധ ഖുർആൻ എന്ന്. അതായത് വിശുദ്ധ ഖുർആനും നോമ്പും തഖ്വയും തമ്മിലുള്ള ഒരു കണക്ഷനാണ്. നമ്മൾ ഖുർആനെക്കുറിച്ച് എപ്പോഴും കേൾക്കാറുള്ളൊരു കാര്യം ഹുദൽ ലിന്നാസ്, എല്ലാ മനുഷ്യർക്കും ഹിദായത്താണ് എന്ന് കേൾക്കാറുണ്ട്. അതേ ഖുർആൻ പറയാണ് ഇത് മുത്തഖികൾക്ക് ഹിദായത്താണ്. അതെന്താണ്? ഒരു വശത്ത് എല്ലാവർക്കും ഹിദായത്താണ് എന്ന് പറഞ്ഞ ഖുർആന് സവിശേഷമായി ഇത് മുത്തഖികൾക്ക് ഹിദായത്താണെന്ന് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഖുർആൻ എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും ആ ഖുർആൻ വായിച്ചാൽ, അത് മനസ്സിലാക്കിയാൽ അതിൽ നിന്ന് ധാരാളക്കണക്കിന് അറിവുകൾ അയാൾക്ക് ലഭിക്കും, ഒരുപാട് കാഴ്ചപ്പാടുകൾ ലഭിക്കും. അയാളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരുപാട് അടിത്തറകൾ ആ വിശുദ്ധ ഖുർആനിൽ കണ്ടെത്താൻ കഴിയും. പക്ഷേ ഇങ്ങനെ വിശുദ്ധ ഖുർആൻ വായിക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് അറിവ് കിട്ടുന്ന എല്ലാവർക്കും ആ ഖുർആൻ പ്രയോജനപ്പെടണം എന്നില്ല. ഖുർആൻ പ്രയോജനപ്പെടുന്നത് ആർക്കാണ്? അത് തഖ്വയുള്ളവർക്കാണ്. അവിടെയാണ് ഹുദൽ ലിൽ മുത്തഖീൻ എന്നതിൻ്റെ പ്രസക്തി. അപ്പോൾ ഈ നോമ്പെടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഖുർആൻ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന ഒരു തഖ്വ രൂപപ്പെടാനാണ്. തഖ്വ അത് മനസ്സിൻ്റെ ഒരു ബോധമാണ്. അള്ളാഹു മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് തഖ്വ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ ഉള്ളവർക്കാണ് ഖുർആൻ ജീവിതത്തിൽ വഴികാട്ടിയായി മാറുന്നത്. ഖുർആനിൽ നിന്ന് അറിവ് നേടിയ എത്രയോ മനുഷ്യരുണ്ട്, പക്ഷേ അവർക്ക് ഖുർആൻ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാവില്ല. ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, യുളില്ലു ബിഹി കസീറ. കുറേ ആളുകൾ ഇതുകൊണ്ട് വഴികേടിൽ വരെ ആയിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവും. പക്ഷേ ഖുർആൻ പ്രയോജനം ലഭിക്കുന്ന ഒരു മാനസികാവസ്ഥ, അത്തരമൊരു ബോധം രൂപപ്പെടുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതാണ് നോമ്പ് കൊണ്ട് വിശ്വാസികളിൽ സാധ്യമാകേണ്ടത്, മനുഷ്യരിൽ സാധ്യമാകേണ്ടത്. അങ്ങനെയാണ് ഹുദൽ ലിൽ മുത്തഖീനായി വിശുദ്ധ ഖുർആൻ മാറുന്നത്.